72 ദിവസത്തെ ജയിൽവാസം, അതിനെ തുടർന്നുണ്ടായ അതിഭീകരമായ അപമാനം, അതിൽ നിന്നൊക്കെ റിക്കവറായി ഷീല സണ്ണി എന്ന് പറയുന്ന സ്ത്രീ അവർ നടത്തിയിരുന്ന ബ്യൂട്ടി പാർലറിൽ നടത്തിയ ഒരു ചെക്കിങ്ങിൽ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രഗ്സ് പിടിക്കപ്പെടുകയും 72 ദിവസം അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷയം ഞാൻ ആദ്യമായിട്ട് ന്യൂസിൽ കണ്ടപ്പോൾ വളരെയധികം ക്രൂവലായി ഞാൻ ഇവരെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിയരെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കടത്തുന്നത് ഇസ്ലാമിയരാണ് എന്ന രീതിയിൽ പല പ്രമുഖരും സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അത് പ്രത്യേകിച്ച് പല ബിഷപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ പിടിപെട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അവരെ തിരിച്ചു പറയാനുള്ള ഒരു ആയുധമായി ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പിന്നീടാണ് അറിഞ്ഞത് ഇവർ അതിൽ നിരപരാധിയാണെന്ന്. 72 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്ന അവർ മകൻ്റെ ഭാര്യയാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു ചെറിയ സൂചന അവർക്കുള്ളത് കൊണ്ടും ഇതിൽ ഒരുപാട് പേര് ബാധിക്കപ്പെടും എന്നുള്ളത് കൊണ്ടും സഹിക്കാനോ ആത്മഹത്യക്കോ ശ്രമിക്കാതെ പകരം ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആരെന്ന് കണ്ടെത്താൻ തിരിച്ച് കേസ് കൊടുക്കുകയാണ് ഉണ്ടായത്. നമുക്കെതിരെയൊക്കെ പല രീതിയിൽ കള്ളക്കേസുകൾ കൊടുക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചറിവും ഒരു തിരിച്ചടിയുമാണ് ഈ ഷീല സണ്ണിയുടെ കഥ എന്നുള്ളതാണ് വസ്തുത. അപ്പം നമുക്ക് അവർ പറയുന്ന കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. അവൾ പറയുന്നത് കള്ളാണ്, അങ്ങനെയല്ല, അവളുടെ ചേച്ചിക്കും അതിൽ പങ്കുണ്ട്. പ്രതി അറസ്റ്റിലായിരിക്കുകയാണ് ലിവിയ, മരുമകളുടെ അനിയത്തി. അറസ്റ്റിലായി എന്ന വാർത്ത കേട്ടപ്പോൾ എത്രത്തോളം ഒരു സന്തോഷമുണ്ടായിരുന്നു? ഞാൻ ആദ്യം തുടങ്ങി സംശയിക്കുന്ന ആളാണല്ലോ, ആദ്യം തന്നെ നമുക്ക് അവളുടെ മേലെയായിരുന്നു സംശയം. അറസ്റ്റായതിൽ സന്തോഷമുണ്ട്. ഈ ലിവിയയുടെ മാത്രം ഒരു പ്ലാനാണ് ഇതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒട്ടും വിശ്വസിക്കില്ല. ഇതിപ്പോൾ അവൾ പറഞ്ഞ കാര്യം തന്നെ, ഞാൻ ആളെ അവമാനപ്പെടുത്തി ആളെക്കുറിച്ച് കഥകൾ പറഞ്ഞുണ്ടാക്കിയാണ്. പക്ഷെ അത് അവർക്കറിയാം ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ലാണ്. ഇത് എൻ്റെ മോന് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു, അത് കേൾക്കാൻ ഇടയായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അപവാദം പറയണം പറഞ്ഞെങ്കിൽ അവൻ്റെ വീട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽക്കാരായിട്ടോ ആരോടെങ്കിലുമൊക്കെ ഞാൻ അപവാദം പറഞ്ഞുണ്ടാക്കണം. ഇത് അവളുടെ വീട്ടുകാരായിട്ട് നമ്മൾ ആരും, അവരുടെ ബന്ധുക്കളായിട്ട് ആരും കണക്ഷൻ ഇല്ല. കല്യാണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എത്ര കാലമായിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ എന്തോ 1-2 ഫംഗ്ഷന് മാത്രം അവരുടെ ബന്ധത്തിലുള്ള വീട്ടിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ആ വീട് മാറിയിട്ട് ആ സമയത്താണ്, പുതിയ സ്ഥലമാണ് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ അയൽക്കാരായിട്ടും ഞാൻ അധികം പരിചയമില്ല. അപ്പോൾ അപവാദം പറഞ്ഞുണ്ടാക്കണമെങ്കിൽ ഇതാണ്, ഒന്ന് അവരുടെ അയൽക്കാരോട് പറഞ്ഞുണ്ടാക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽക്കാരോട്. ഇത് ആരോടും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ചെറിയ പിഴവ് ഷീലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടി ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് ആ കുട്ടി കാണിച്ച ചില കുൽസിതങ്ങൾ, അധികം മൊബൈൽ യൂസ് ചെയ്യുക, മേക്കപ്പ് സെറ്റ് വാങ്ങിക്കുക, കുറച്ചധികം ചിലവാക്കുക, ഇതൊക്കെ കണ്ടിൽപ്പെട്ട ഇവർ ഈ കാര്യം മകനോട് പറയുകയാണ്. മകനാണല്ലോ അധികാരി എന്ന് ധരിച്ചിട്ടാണ്. വിവാഹം കഴിച്ച പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടിലുള്ളവരെയും ഭരിക്കുക എന്നുള്ള രീതിയിൽ ഷീല സണ്ണി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഷീല സണ്ണിക്ക് തിരിച്ചടി നേരിടേണ്ടിയിരുന്നത് വളരെ ഭീകരമായിട്ടായിരുന്നു. ഈ ഒരു വിഷമഘട്ടത്തിൽ മകൻ ഇപ്പം അബ്സ്കോൾഡഡ് ആണ്, മകൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല ഈ അമ്മയ്ക്ക്. മാത്രമല്ല മകനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഈ അമ്മ കൊണ്ടെത്തിച്ചു എന്നുള്ളതുമാണ്. ഇവർ തമ്മിലുള്ള അലസണ്ടയിൽ ഇവരെ കുരുക്കാൻ, ഇവരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ആ മകൾ, ബാംഗ്ലൂരിൽ പഠിക്കുന്ന ആ കുട്ടി ചെയ്തൊരു പരിപാടി, അതായത് ഇവരുടെ മകൻ സംഗീതിൻ്റെ ഭാര്യയുടെ അനിയത്തിയായ ലിവിയ, അവൾ ചെയ്തൊരു കാര്യം, ഇവരുടെ ബാഗിലേക്ക് ഇവരറിയാതെ ഡ്രഗ്സ് കൊണ്ടുവച്ചു. എന്നിട്ട് അത് വിളിച്ച് പോലീസിൽ പറഞ്ഞു കൊടുത്തു. പോലീസ് ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു വിത്ത് ഡ്രഗ്. അപ്പോൾ എവിഡൻസ് ഉൾപ്പെടെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും 72 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തപ്പോൾ ഫുള്ള് ഇവർക്ക് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ചെന്നൈയിലേക്ക് മറ്റു താമസം മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയം ഞാൻ എടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ റിപ്പീറ്റഡായ ഒരു അപ്ഡേഷൻ പോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഇവർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. കാരണം തീർച്ചയായിട്ടും ഇവർ ഇടപെടാതെ ആ പെൺകുട്ടിക്ക് ഇവരോട് ശത്രുത വരത്തില്ല. മരുമകളാണ് ഇതിൻ്റെ ശരിക്കുള്ള സൂത്രധാരൻ എന്ന് ഇവർ പറയുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മകൻ അവളെ വിട്ടുകൊടുക്കാനോ പിരിയാനോ തയ്യാറല്ല. ആ പെൺകുട്ടി അത് കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ അനിയത്തി കൊച്ചു ചെയ്തതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഭാഗം അനുഭവിക്കേണ്ടി വരുന്നത് ആ പെൺകുട്ടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്നും മകൻ്റെ ഒപ്പം മരുമകളില്ല എന്നും പറയുന്നുണ്ട്. കേൾക്കാം. ഇത് ആരോടും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ മോന് ഞാൻ അങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടില്ല. വീട്ടിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇവളുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. അതിപ്പോൾ ആർക്കും നമ്മൾ സാധാരണ വീട്ടിൽ സംസാരിക്കണ മാതിരി പഠിക്കാൻ പോകണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ബാംഗ്ലൂരിൽ ജോലിയല്ല പറഞ്ഞിട്ടുള്ളത്, പഠിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഠിക്കാൻ പോണ ഒരു പെൺകൊച്ചിന് ഇത്ര പൈസയും പിന്നെ ഇങ്ങനെ നല്ല ലാവിഷായിട്ട് നടക്കണം. അപ്പോൾ അതിപ്പോൾ ആർക്കും ഒരു സംശയം വരുന്നതാണല്ലോ. അങ്ങനെ അത് മരുമോളോടാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവൾക്ക് ഇത്ര പൈസയൊക്കെ കിട്ടണേന്ന്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവൾ ആരോ സ്പോൺസർ ചെയ്യുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് വേറെ അപവാദം പറഞ്ഞ് പരത്ത് ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, അതായത് ഒരിക്കലും അവരുടെ വീട്ടിൽ പെരുന്നാളിന് പോയി കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾ, വലിയ വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ കുറേ ഫർണിച്ചർ, വലിയ TV, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേച്ചി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ലിവിയയുടെ സാധനങ്ങളാണെന്ന് പറഞ്ഞ് അവർ മറുപടി തന്നു. ആ സമയത്ത് ചേച്ചിക്ക് ഒരു സംശയം തോന്നിയതാണല്ലേ, പഠിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്ര സാധനങ്ങളൊക്കെ വീട്ടുകാരെന്തായാലും കൊടുത്തു വിടില്ല, പിന്നെ എങ്ങനെയാണ് ഇവളതൊക്കെ കൊണ്ടുവന്നുള്ള സംശയം തോന്നി. അത് ചേച്ചി മരുമോളോട് പങ്കുവെച്ചു എന്നല്ലേ? അത് മരുമോളോട് അതിന് മുമ്പ് തന്നെ സംശയം ഉണ്ടായി. അതായത് 2021 നവംബറിലാണ് കല്യാണം കഴിയുന്നത്. ഡിസംബർ ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു.
ആ സമയത്ത് ഇവള് ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് ഡ്രസ്സ്, മോന്, ചേച്ചിക്ക്, എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മോളുടെ കൊച്ചിന്, അങ്ങനെ നല്ല വില കൂടിയ ഡ്രസ്സുകൾ, പിന്നെ കുറേ കേക്കും, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. ടാക്സിയൊക്കെ വിളിച്ചിട്ടാണ് എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കില്ല, പഠിക്കാൻ പോണ ആളാണല്ലോ, അപ്പോൾ എവിടുന്ന് എത്ര പൈസ, അങ്ങനെ സംശയം അപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ പെരുന്നാളിന് പോയ സമയത്തും അതിന് മുമ്പ് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ ഫ്രിഡ്ജായിരുന്നു, ചെറിയ സാധാരണ വാഷിംഗ് മെഷീൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പെരുന്നാളിന് പോയ സമയത്ത് എല്ലാ പുതിയ സാധനങ്ങൾ, വലിയ കട്ടില്, ബെഡ്. ആൾക്കാർ വിചാരിക്കും ഞാനിതൊക്കെ ഇങ്ങനെ പറയണം, നമ്മളത് അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ പുതിയ വണ്ടി, 2 വീലർ, അത് എല്ലാം പുതിയതായിരുന്നു. വലിയ TV, ഡബിൾ ഡോറ് ഫ്രിഡ്ജ്. അപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുമല്ലോ ഇതൊക്കെ എവിടെ നിന്നാണ്. അപ്പോൾ അവൾ ബാംഗ്ലൂരിൽ പഠിപ്പ് നിർത്തി റൂം വെക്കേറ്റ് ചെയ്തു, അപ്പോൾ കൊണ്ടുവന്നതാണ്, അവിടുന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മരുമകളോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ വാങ്ങണമെങ്കിൽ അപ്പോൾ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന് ഏതോ ഫ്രണ്ട്സ് 2-3 പേര് കൂടി ചേർന്നിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവളുടെ ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ അവിടുന്ന് വാങ്ങിയതായിരിക്കുമല്ലോ, അപ്പോൾ എവിടുന്ന് എത്ര പൈസ കിട്ടണേ, അപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതലുള്ള ചോദ്യങ്ങളൊന്നും എവിടെയും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പഠിത്തം. നമ്മൾ അളവിൽ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിടാതിരിക്കുക. അവർക്ക് പണമുണ്ട്, അവർക്ക് കാശുണ്ട്, അവരത് സമ്പാദിക്കുന്നു, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മകൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. ആ കുടുംബത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്കിട്ടവർ പണി തന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏകദേശം അതൊക്കെ തന്നെയാണ്. ഇനിയും ഇത് കൂടുതൽ പറഞ്ഞ് കൂടുതൽ വഷളാകുന്നതിന് പകരം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. 72 ദിവസത്തെ നിങ്ങളുടെ ജയിൽവാസത്തിന് പകരമായി ആ പെൺകുട്ടിയെ പിടിച്ചകത്താക്കിയിട്ടുണ്ട്. സത്യം, നീതി കിട്ടിയിട്ടുണ്ട്, നീതി നിഷേധിക്കപ്പെട്ടതല്ല. പക്ഷേ ഇനിയും ഇത് കൂടുതൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ആ വീഡിയോയ്ക്കകത്ത് ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിരുന്നു. സാധു എന്തൊരു ഗതികേടാണ്, സ്വന്തം മകനെ കാണാനില്ലാത്തൊരവസ്ഥ എന്നുള്ള രീതിയിൽ. എൻ്റെ മോനാണ് എനിക്ക് അവനെ ശപിക്കാനൊന്നും പറ്റൂല. ഞാനും മിന്നാന്നും കൂടി അവൻ്റെ ഫോട്ടോ എപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്, ഞാനത് എടുത്ത് നോക്കാറുണ്ട്. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല, എവിടെയോ ഒഴിവിലാണ്. ഇപ്പൊ അമ്മയില്ല, അപ്പച്ചനില്ല, ഭാര്യയില്ല, കൊച്ചില്ല, ആരും ഇല്ലാണ്ട് എവിടെയോ അനാഥനായിട്ട് ഇരിക്കുകയാണ്. നമ്മളോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന വേണ്ടപ്പെട്ടവരാണ് ഇതിന്റെ പുറകിലെന്ന് അറിഞ്ഞപ്പോ ചേച്ചിക്ക് തോന്നിയത് എന്തായിരുന്നു? ചിരിച്ചിട്ട് കഴുത്തറുക്കുകയാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ, ഇത് ഞാൻ കണ്ടു. ഒരു സൂചനയും കൂടി എനിക്ക് ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ സംഭവം നടക്കുന്ന തലേ ദിവസം മരുമോളുടെ അനിയത്തി വീട്ടിലുണ്ടായി. അങ്ങനെയാണ് ഞങ്ങള് കേസ് കൊടുത്തത്, അന്വേഷിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. നാരായണദാസാണ് വിളിച്ചത്. നാരായണദാസും ഈ ലിബിയും തമ്മിൽ ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയെന്നാ പറഞ്ഞത്. പിന്നെ മരുമോള് നല്ല സ്നേഹമായിരുന്നു, ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പോകും വരും. പക്ഷെ ഇവർക്ക് എന്താണ് എന്നോട് ഇത്ര വൈരാഗ്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ജാമ്യം കിട്ടി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എൻ്റെ മരുമോനാണ് ജാമ്യം കിട്ടാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. പക്ഷെ മോന് അതൊന്നും ശ്രമിച്ചിട്ടില്ല. മകനും കൂടി അതിൽ പങ്കുണ്ടാവുന്ന ചേച്ചിക്ക് ഉറപ്പുണ്ട്? ഈ അനിയത്തിയുടെ പേര് മോൻ പറഞ്ഞപ്പോ അതായത് മരുമോളുടെ വീട്ടില് ആകെ ഇഷ്യൂ ആയി. മകൻ അനിയത്തിയുടെ പേര് പറഞ്ഞിട്ട് മരുമോള് പിണങ്ങിപ്പോയി. ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്ന ആ വിഷമം ഈ പറയുന്ന വീഡിയോയ്ക്കകത്തുമുണ്ട്. പലയിടങ്ങളിൽ അവർ നിരന്തരമായിട്ട് ഇരുന്നുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. മകനെ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയെ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു ചെറിയ കശപിശ, വീട്ടിലുണ്ടായ ചെറിയ കശപിശ, ഈഗോ ക്ലാഷ്, അത് എവിടെ കൊണ്ടെത്തിച്ചു എന്ന് നോക്കാം. ഇപ്പോഴും ആ അമ്മ മകനെ സ്നേഹിക്കുന്നുണ്ട്, മകനോട് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. മരുമകളെ നീക്കി നിർത്തണം എന്നുള്ള ഒരു ടേം വെക്കുന്നത് കൊണ്ടാണ് മകൻ മാറി നിൽക്കുന്നത്. മിക്ക വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, മകൻ വേണം, മരുമകൾ വേണ്ട. അതേപോലെ വന്ന മരുമകൾക്കും ഭർത്താവ് വേണം, ഭർത്താവിൻ്റെ വീട്ടുകാർ വേണ്ട എന്ന് പറയുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവന് നിന്നെക്കാൾ മുൻപ് ബന്ധുക്കളുണ്ടായിരുന്നു. നീ വരുന്നതിന് മുമ്പ് അവന് ഒരുപാട് ബന്ധുത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളത് അവൻ്റെ അമ്മ തന്നെയാണ്. എന്ത് കാരണം കൊണ്ടും ആ ബന്ധത്തിൻ്റെ ഇടയിലേക്ക് കയറാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അസൂയ ഇവർക്കിടയിലാണ് വരുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ കാരണക്കാരൻ എൻ്റെ മകനാണ്. ആ അമ്മയോടും വരുന്ന പെണ്ണിനോടും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്ക പക്വതയുള്ളവൻ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അവിടെ പ്രശ്നമായിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവന് സാധിക്കണം. അവിടെ പാളിച്ച വരുന്നിടത്താണ് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടി പിടിക്കുന്നത്. അതിനെ കൃത്യമായി തിരിച്ചു കൊടുക്കാൻ, തിരിച്ച് സംസാരിക്കാൻ അറിയുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ സക്സീഡ് ചെയ്യും. ഒന്നാമത്തെ കാര്യം, അമ്മയുടെ സ്പേസ് അമ്മയ്ക്ക് തന്നെ കൊടുക്കുക, ഭാര്യയുടെ സ്പേസ് ഭാര്യയ്ക്കും. ഒരു കാരണവശാലും ഇത് രണ്ടും കൂടെ സിങ്ക് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആണുങ്ങൾ. തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്താണ് ചെന്ന് കയറിയെടുത്ത് അവൻ എത്ര പ്രിയോറിറ്റൈസ് അവൻ്റെ അമ്മയോട് കാണിക്കുന്നോ അതേ പ്രിയോറിറ്റി നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് കാണിക്കണം.
കാണിക്കുമ്പം അവന് വിചിന്തനം ഉണ്ടാകും. എൻ്റെ അമ്മയ്ക്ക് എത്ര വാല്യൂ ഞാൻ കൊടുക്കുന്നോ ആ വാല്യൂ അവൾക്ക് അവളുടെ അമ്മയോടുണ്ട്. അപ്പോൾ അതിൽ നിനക്ക് എന്തെങ്കിലും കുശുമ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കുശുമ്പ് എനിക്കും ഫീൽ ചെയ്യും. ഓവറായിട്ടൊന്നും കാണിക്കാതിരിക്കുക എന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുക്കാൻ അതൊരു നല്ല ടേമാണ്. നമ്മൾ മിക്കവാറും പെൺകുട്ടികൾക്കാണ് നിഷ്കർഷിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ അവിടെ ചെന്നാൽ കുറച്ച് മര്യാദയാകണം, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊപ്പം ജീവിക്കണം, അവരെ കൂടെ നിന്ന് അവരെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു അനീതിയാണെന്ന് ഞാൻ പറയും. മറ്റൊരു വീട്ടിൽ ജീവിച്ച ആ സാഹചര്യത്തിൽ വളർന്ന ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സമയമെടുക്കും. മാത്രവുമല്ല വല്ലാണ്ട് പകച്ച് പണ്ടാരടങ്ങുകയും ചെയ്യും. അപ്പോൾ അവൾക്കും അവളുടേതായ സ്പേസ് കൊടുക്കുകയാണ് അതിനകത്തൊരേ ഒരു പോംവഴി. ഇതൊന്നും പാടില്ലാതെ ഓവറായി അവളുടെ കുടുംബകാര്യങ്ങളിലേക്ക് തള്ളിക്കയറിയതുകൊണ്ടാണ് ഷീലയ്ക്ക് ഈ ഗതി വന്നത്. ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രായം കണക്കിലെടുക്കുക. ബോധമില്ലാത്ത പ്രായത്തിൽ അവൾ ചെയ്ത ഒരു വലിയ തെറ്റിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഷീലയാണ്, ഷീലയുടെ കുഞ്ഞാണ്. അവർ സേഫാണ്. ഈ കേസിൽ ആ കുട്ടി ദേഷ്യം കൊണ്ടാണെന്നോ അല്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റോ ഒക്കെ അതിന് കിട്ടിയാൽ പോലും അതും ബാധിക്കപ്പെടുന്നത് ഷീലയുടെ മകന് തന്നെയാണ്. ഇനിയും ഇത് മുൻപോട്ട് വീണ്ടും ഇൻ്റർവ്യൂ കൊടുത്ത് ഇത് കൂടുതൽ കുത്തി പഴിപ്പിക്കുന്നു എന്നതിനപ്പുറം ആർക്കും ഒരു ലാഭം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാവുന്നത്. എനിക്ക് ഇവരോട് ഭയങ്കര സിമ്പതി തോന്നിയിരുന്നു. കാരണം ഞാനൊരു സമയത്ത് ഇവരെ ഭയങ്കരമായിട്ട് ആക്രമിച്ചിരുന്നു. ഞാൻ റീസൺ പറഞ്ഞല്ലോ, പാലാ ബിഷപ്പ് അന്ന് നാർക്കോട്ടിക് ജിഹാദ് എന്നോ മറ്റോ പറഞ്ഞതിൻ്റെ ആ സമയങ്ങളിലാണ് ഇവരുടെ വിഷയം നടന്നത്. അപ്പോൾ ഈ ജിഹാദിൻ്റെ ഏറ്റവും നല്ല ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ കഥ മനസ്സിലാകുന്നതും ഇതിൽ ഇങ്ങനെ ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലായതും ഇവർ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയത്. എന്ത് തന്നെ ആയാലും കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലരും ഈ ഉപദേശമാണ്, അത് ഫ്രീ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സുഖമില്ലായ്മ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകാത്തതിൻ്റെ മെയിൻ റീസൺ അവിടെ ചെല്ലുമ്പം അവർക്ക് പരിചയമുള്ളൊരു ഡോക്ടറെ നമുക്ക് പരിചയപ്പെടുത്തും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, ആ സജഷൻ ഒന്നും ഇവിടെ വേണ്ട. നമ്മൾ ഈ ഇത്രയും ബുദ്ധിമുട്ടായി നമ്മൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കത്തില്ലേ. പിന്നെ കുറേ അധികം റെമഡീസ് പറഞ്ഞുതരും. കുറേ പുളിവെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ മറ്റേ വെള്ളം കുടിക്കും, മറിച്ച വെള്ളം കുടിക്കും. ഇതൊക്കെ അനാവശ്യമായ അഭിപ്രായങ്ങളും അനാവശ്യമായി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കുത്തിക്കയറുന്നതുമാണ്. നമ്മളത് 1-2 പ്രാവശ്യം തന്നെ സ്റ്റോപ്പ് ചെയ്താലും ദേ വോണ്ട് സ്റ്റോപ്പ്. ചിലർക്കതൊരു ഇതാണ്, മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നമ്മളെന്തോ പെർഫെക്ഷൻ ഉള്ളവരാണ്, ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടൊരു ഉപദേശമുണ്ട്. അത് ഒരു പ്രാവശ്യം പറയാം, നമുക്കൊരു സജഷൻ പോലെ ഒൺസ് പറയാം. റിപ്പീറ്റഡ്ലി അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് മെൻ്റലി അവരെ ഡിസ്ട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും അറിയത്തില്ല ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്ന്. അവരെ പറ്റി അവർ പഠിക്കാൻ പോയിട്ട് അങ്ങനെ ഇങ്ങനെ ഈ അസ്യൂം ചെയ്ത് പറയാൻ പോയിട്ടാണ് ആ കുട്ടി ഏറ്റവും മോശപ്പെട്ട രീതിയിൽ റിയാക്ട് ചെയ്തത്. അവൾ ബാംഗ്ലൂരിൽ പോകുന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ട് ജോലി എടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. മിക്ക കുട്ടികൾക്കും ഓൺലൈൻ ത്രൂ ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന ഒരു രീതിയുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അത് നിങ്ങളുടെ കൺസേൺ അല്ലല്ലോ. നിങ്ങളുടെ മരുമകൾക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല എങ്കിൽ നിങ്ങളുടെ മരുമകളുടെ അനിയത്തി അത് ചെയ്യുന്നതിന് നിങ്ങൾ വീണ്ടും അവിടെ ഓരോരുത്തരെടുത്തോ പരാതി പറയുകയും വീണ്ടും ഭയങ്കരമായി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തെടുത്താണ് തിരിച്ച് ഈ 8ന്റെ പണി ഇവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. ഇതൊരു നല്ല പഠിത്തമാണ്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള നല്ലൊരു മെസ്സേജ് ആയതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ എടുത്തത്. എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുടുംബ ബന്ധങ്ങൾ എപ്പോഴും ശിഥിലമാകുന്നത് അനാവശ്യമായ ഈഗോ ക്ലാഷും അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ടുമാണ്. നമ്മൾക്കൊരു പരിധി നമ്മൾ തന്നെ നിശ്ചയിക്കുക. അതിൻ്റെ മുകളിൽ പോയി ഒരു കുടുംബത്തിലും ഒരു അഭിപ്രായവും പറയാൻ പോകരുത്. ഒരു പരിധിയിൽ കൂടുതലായി എക്സ്ട്രീം ലെവലിൽ നമുക്കത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കപ്പെടും, സമൂഹത്തിന് അത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കപ്പെടും എന്ന് തോന്നിയാൽ ഒരു സൂചന, അതിനപ്പുറം നിരന്തരം ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നതിൻ്റെ ഇതാണ് അവർക്കിപ്പോൾ കിട്ടിയത്. മരുമകളുടെ അനിയത്തിയെക്കുറിച്ച് മരുമകളോട് സൂചിപ്പിക്കുന്നു, മകനോട് സൂചിപ്പിക്കുന്നു, അവരുടെ കുടുംബത്തിൽ പോയി അവരോട് സൂചിപ്പിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇത്രയും സൂചിപ്പിക്കാൻ പോയത്? കാണാൻ ചന്തമുള്ള, അത്യാവശ്യം നന്നായി ജോലി ചെയ്ത് ജീവിച്ചു കൊണ്ടിരുന്ന സ്വയം പര്യാപ്തതയുള്ള ഒരു അമ്മായിയമ്മയാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, അത് നശിപ്പിക്കപ്പെട്ടു. ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെ അവർ മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിലേക്ക് എത്തി. കാര്യങ്ങൾ എത്ര വൾഗറായെന്ന് തോന്നും. ഒരു നിമിഷത്തെ ചിന്ത, ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. മറ്റേ പെൺകുട്ടിയുടെ കാര്യം ഞാൻ അവളെ ഒന്നും പറയത്തില്ല. എൻ്റെ കാര്യം അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോയിരിക്കുന്ന ഏരിയ, അവളുടെ സുഹൃത്തുക്കൾ, അവളുടെ ഏജ്, അതൊക്കെ കൊണ്ടാണ് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റാണ്. അതിൽ ഇവർക്ക് മാനഹാനി മാത്രമല്ല ജീവഹാനിയും സംഭവിക്കാം. പക്ഷെ അത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവളെ കൊണ്ടെത്തിച്ചത് എന്തായിരിക്കാം? അതും കൂടെ നമ്മൾ ചിന്തിക്കണമെന്നാണ്. അപ്പോൾ 2 വശത്തും പ്രശ്നമുണ്ട്, 2 വശത്തും നീതി നിഷേധവുമുണ്ട്. ഏതായാലും ഇത് കുടുംബക്കാർ തമ്മിലാണ്. ഇതിനി എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. ആ മകന് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം നഷ്ടവും പറഞ്ഞറിയിക്കാനാകത്തില്ല. എന്തായാലും ഇവർക്ക് തന്നെയാണ് അതിൻ്റെ പെയിൻ ഉള്ളത്. ഇനി മകനെ വീണ്ടെടുക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നതെങ്കിൽ നോർമലായ ഒരു പയ്യനെ അവർക്ക് തിരിച്ചു കിട്ടത്തില്ല. കാരണം അവൻ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് ആ കുടുംബവുമായിട്ട്, അവളുമായി അത്രത്തോളം സ്നേഹത്തിലാണ് ഉള്ളത്. അമ്മമാരുടെ തീരുമാനം കൊണ്ട് മക്കൾ വല്ലാണ്ട് പതറിപ്പോകുന്ന ഒരു അവസരമുണ്ട്. അമ്മ വേണോ ഭാര്യ വേണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2 പേരും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മകൻ എത്താതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. കേൾക്കാൻ ആഗ്രഹമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.